ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. നമ്മൾ ഇതിനു മുമ്പ് ഗോൾഡിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, സിൽവറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോൾഡിന് മുകളിൽ പറക്കുന്ന സിൽവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്നറിയില്ല. ഗോൾഡിൻ്റെ ഒക്കെ നമ്മൾ നേരത്തെ തൊട്ട് 2-3 വർഷം മുമ്പ് തൊട്ടേ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ ന്യൂസുകളും കാര്യങ്ങളും കാണുമ്പോഴാണ് അങ്ങനെ ചെയ്യുക. ഇപ്പോൾ ലൈം ലൈറ്റിൽ വന്നിരിക്കുന്നത് കോപ്പറാണ്. സിൽവർ ഓൾറെഡി നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞ് നല്ല രീതിയിൽ ഇപ്പോൾ സിൽവറിൻ്റെ പ്രൈസ് ഉയർന്നു, നിങ്ങൾ ശ്രദ്ധിച്ച് കാണും അല്ലേ. എന്നാൽ കോപ്പറിൻ്റെ ന്യൂസൊക്കെ കഴിഞ്ഞ കൊല്ലം വന്നിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഇടിഞ്ഞുന്ന കൊണ്ടാണോ എന്താണെന്നറിയില്ല, പക്ഷേ കോപ്പറിൻ്റെ പ്രൈസ് അവിടുന്ന് നല്ല രീതിയിൽ താഴേക്ക് പോവുകയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ കോപ്പറിൻ്റെ പ്രൈസ് ഉയരുന്നുണ്ട്, പ്ലസ് ഈ ന്യൂസുകളും വരുന്നുണ്ട്. ഇത് നേരത്തെ തൊട്ടുള്ള ഒരു ന്യൂസാണ് കേട്ടോ, കോപ്പറിൻ്റെ ഡിമാൻഡ് കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ള ന്യൂസ്. അപ്പോൾ എന്തായാലും ഞാൻ ചാറ്റ് ജിപിടിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. പുള്ളി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓൾറെഡി എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പ്ലാനുണ്ട്, അതുകൊണ്ടാണ് പുള്ളിനോട് ചോദിച്ചത്. എന്നാൽ ഇന്ത്യയിൽ നമുക്ക് കോപ്പറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഇല്ല. ഭാവിയിൽ വരുമായിരിക്കും കേട്ടോ, ഒരുപാട് ഓപ്ഷൻസ് ഇല്ല. അപ്പം നിലവിൽ എൻ്റെ അറിവിലിപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ തൽക്കാലം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും നമുക്ക് കോപ്പറിൻ്റെ ഫ്യൂച്ചർ ഒന്ന് നോക്കാം. ഞാൻ ഇങ്ങനെയാണ് ചോദിച്ചത്, ഈസ് കോപ്പർ എ ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ്? അത്രേ ചോദിച്ചിട്ടുള്ളൂ ചാറ്റ് ജിപിടിയോട്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് കോപ്പർ ക്യാൻ ബി എ ഗുഡ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ലോങ് ടേം ആണ്. എല്ലാ കമ്മോഡിറ്റിയിലും ഉള്ളതുപോലെ ഇതിലും റിസ്ക് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സിൽവറിലും ഗോൾഡിലും ഒക്കെ നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളവർക്ക് ഒരു ചെറിയ ഭാഗം കോപ്പറിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ കോപ്പർ ഹൈ വോളറ്റൈലാണ് കേട്ടോ, സിൽവറും അതെ. ഗോൾഡ് അത്രയ്ക്ക് വോളറ്റാലിറ്റി ഇല്ല. ഗോൾഡ് ഏകദേശം ഒരു സ്റ്റേബിൾ പോലെയായി. സ്റ്റേബിളല്ല, ചെറിയ ഇറക്കങ്ങളും കയറ്റങ്ങളും ഉണ്ടാവും. കയറ്റമൊക്കെ ഇപ്പോൾ വലിയ കൂടുതലല്ല അല്ലേ, ഇറക്കങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ചെറുതായിട്ടുണ്ടാവാം. സിൽവറിൽ വലുതായിട്ടുണ്ടാവും, കയറ്റവും ഇറക്കവും വലുതായിട്ടുണ്ടാവാം. പിന്നെ കോപ്പറിൽ ഈ സിൽവർ പോലെ തന്നെയാണ്, വലിയ കയറ്റ ഇറക്കങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അത് ഓർത്ത് വെക്കണം കേട്ടോ. അപ്പം നമ്മൾ അതനുസരിച്ചുള്ള ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. പിന്നെ താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവറേജ് ചെയ്യുന്നതുകൊണ്ടും തെറ്റില്ല. എന്നാൽ പോലും കമ്മോഡിറ്റിയിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന പൈസയുടെ മേജർ ചങ്ക് ഗോൾഡ്, സെക്കൻഡ് സിൽവർ, തേർഡ് കോപ്പർ, ആ ഒരു രീതിയിൽ പോയാൽ മതിയാകും ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പോൾ ചാറ്റ് ജിപിടി പറയുന്ന കാരണങ്ങൾ, ഒന്നാമത്തെ കാരണം ഗ്ലോബൽ ഡിമാൻഡാണ്. അതായത് ഗ്ലോബൽ ഡിമാൻഡ് ഗ്രോത്ത് കൂടാൻ സാധ്യതയുണ്ട്. കോപ്പർ ഈസ് എസെൻഷ്യൽ ഫോർ കൺസ്ട്രക്ഷൻ, പവർ ഗ്രിഡ്സ്, ഇലക്ട്രോണിക്സ്, റിന്യൂവബിൾ എനർജി ആൻഡ് എസ്പെഷ്യലി ഇലക്ട്രോണിക് വെഹിക്കിൾസ് EVs വിച്ച് യൂസ് 3 to 4 times മോർ കോപ്പർ ദാൻ ട്രഡീഷണൽ കാർസ്. അപ്പോൾ EVക്ക് 3-4 ഇരട്ടി കോപ്പർ ഉപയോഗിക്കുന്നുണ്ട്. EV അപ്പോൾ എന്തായാലും ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. സോ കോപ്പർ ഡിമാൻഡ് കൂടാനുള്ള സാധ്യതയുണ്ട് അല്ലേ. ഇനി അടുത്തത് എനർജി ട്രാൻസിഷൻ. ദ ഷിഫ്റ്റ് ടുവാർഡ്സ് ഗ്രീൻ എനർജി, സോളാർ, വിൻഡ്, EVs ചാർജിങ് സ്റ്റേഷൻസ് വിൽ ബൂസ്റ്റ് കോപ്പർ ഡിമാൻഡ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻ ദ കമ്മിങ് ഡിക്കേഡ്സ്. അപ്പോൾ EVs കൂടുമ്പം ചാർജിങ് സ്റ്റേഷൻസും കൂടും, അവിടെയും വേണം കോപ്പർ. അപ്പോൾ അതൊരു നല്ല ട്രെൻഡാണ്. എന്തായാലും ചാറ്റ് ജിപിടി പറഞ്ഞ് കറക്റ്റാണ്. ഇനി അടുത്ത എനർജീസ്, സോളാർ, വിൻഡ് എനർജീസ്. ഇതെങ്ങനെയാണ് കൂടുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പോപ്പുലേഷൻ കൂടുമ്പോഴാണ് സോളാർ എനർജിയുടെയും വിൻഡ് എനർജിയുടെ ഒക്കെ ഡിമാൻഡ് കൂടുക, അല്ലെ എനർജിയുടെ ഡിമാൻഡ് കൂടുക. അപ്പോൾ നമുക്ക് കാർബൺ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫോസിൽ ഇന്ധനങ്ങൾ നമ്മൾ എന്തായാലും കുറയ്ക്കും. ലോകത്തിൻ്റെ ഒരു ഇതാണ്. കാരണം പോപ്പുലേഷനും കൂടുന്നുണ്ട്, അപ്പോൾ വായു മലിനീകരണമാകുന്നു. അതുകൊണ്ട് തന്നെ വിൻഡ് എനർജി, സോളാർ എനർജി അതിലേക്ക് കൂടുതൽ പോകും. അപ്പോൾ പോപ്പുലേഷൻ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സോളാർ ആൻഡ് വിൻഡ് എനർജിയിൽ ഡിമാൻഡ് ഉണ്ടാകും. ലിമിറ്റഡ് സപ്ലൈ ഗ്രോത്ത്, ഇതാണ് വേറെ ഒരു പ്രധാന പോയിന്റ്. ഓപ്പണിംഗ് ന്യൂ കോപ്പർ മൈൻസ് ടേക്സ് ഇയേഴ്സ് ആൻഡ് ഈസ് കോസ്റ്റ്ലി, സപ്ലൈ മേ സ്ട്രഗിൾ ടു കീപ്പ് അപ്പ് വിത്ത് റൈസ് ഇൻ ഡിമാൻഡ്. ഡിമാൻഡ് ഉയർന്നുകൊണ്ടിരിക്കുക. EV കാറുകൾ ഇപ്പോൾ വളരെ കൂടുതലായിട്ട് കാണാൻ തുടങ്ങി അല്ലേ. EV കാറിൻ്റെ പ്രൈസ് കുറയുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുതിയ ബാറ്ററികൾ, ഞാൻ ഈയിടെ വായിച്ചു ചൈനയിലെ ഒരു ബാറ്ററി നിർമ്മിച്ചു, ആരാന്നൊന്നും മറന്നുപോയിട്ടോ, അപ്പോൾ മെമ്മറിയിൽ ഓർത്തിരിക്കില്ല, 5 മിനിറ്റും കൊണ്ട് ഫുൾ ചാർജ് ആവുന്നു. അപ്പോൾ അത് ഇനി അതിൻ്റെ ഗവേഷണമാണോ ഏതാണ്ട് അതിലേക്ക് എത്തിയെന്നാണോ അങ്ങനെയാണെന്നാണ് ഞാൻ വായിച്ചത്. അപ്പോൾ എന്തായാലും പഴയ പോലെയല്ല, ചാർജിങ് ടൈം നല്ല രീതിയിൽ കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ EV ചാർജിന് ഡിമാൻഡ് കൂടുന്നുണ്ട്. മൈലേജ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അല്ലെങ്കിൽ അത് തന്നെ മൈലേജ് തന്നെ 800 കിലോമീറ്റർ 850 കിലോമീറ്ററൊക്കെ അങ്ങനെ പറയാൻ തുടങ്ങി. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 150-200 കഷ്ടിയായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ EVയിൽ ഡിമാൻഡ് കൂടാനുള്ള സാധ്യത നമുക്കിവിടെ കാണാൻ പറ്റും. സോ കോപ്പർ പ്രൈസ്, അപ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല, പെട്ടെന്ന് അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങ് കയറിക്കളയും. അങ്ങനെ ഒരു സംഭവവും ഉണ്ട്. എന്തായാലും ഈ സാധനം ആവശ്യമുണ്ടല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് പ്രൈസ് കയറിക്കളയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനിയിപ്പോൾ ഇൻഫ്ലേഷൻ ഹെഡ്ജ് ലൈക്ക് ഗോൾഡ് ആൻഡ് സിൽവർ, കോപ്പർ ക്യാൻ സെർവ് ആസ് എ ഹെഡ്ജ് എഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ ആൻഡ് കറൻസി ഡീവാലുവേഷൻ. സോ ഇത് നോക്ക്, രൂപയുടെ മൂല്യം ഇടിയാണല്ലേ, ഡിവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രൂപ. നമുക്കത് അറിയാൻ പറ്റും, കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ എഗെയിൻസ്റ്റ് ഡോളർ കേട്ടോ. അപ്പോൾ അതിനും എതിരെ ഒരു പ്രൊട്ടക്ഷനായിട്ടും ഇൻഫ്ലേഷൻ അത് കൂടുകയും കുറയുകയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എനിവേ ഇൻഫ്ലേഷൻ എപ്പോഴും ഉണ്ട്,
അതൊരു നിശ്ചിത നിരക്കിൽ അങ്ങ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സീറോ ആകുകയോ നെഗറ്റീവ് ആകുകയോ ഒന്നും ചെയ്യുന്ന അങ്ങനെ ആകാം ചില കണ്ടീഷൻസിൽ, പക്ഷേ അതിനുള്ള സാധ്യതയൊന്നുമില്ല. അപ്പോൾ ഇൻഫ്ലേഷൻ എന്തായാലും ഉണ്ട്. അതിനെ എഗെയിൻസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഗോൾഡും സിൽവറും പോലെ കോപ്പർ പരിഗണിക്കാം. കാരണം ഈ ഡിമാൻഡൊക്കെ ഇപ്പോൾ സ്വർണം EVയുടെ ആവശ്യമില്ലല്ലോ, EVയിൽ സ്വർണത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ വളരെ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് എക്യുപ്മെൻറ്റ്സിൽ അങ്ങനെയുള്ള ഒരു വളരെ ചെറിയ രീതിയിൽ കാണാം സ്വർണം. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിന് അധികം ആവശ്യമില്ല. ഞാനത് ചെറുതായിട്ട് വേണമെന്ന് വായിച്ചിട്ടുണ്ട്. എല്ലാവരും അത് ആദ്യം ആവശ്യമില്ല ഈ കോപ്പർ കമ്പയർഡ് ടു കോപ്പർ. കോപ്പറും അലുമിനിയവും ഭയങ്കരമായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ അടുത്തത് ചൈന ആൻഡ് ഇന്ത്യ ഗ്രോത്ത്. ബോത്ത് ആർ മേജർ കൺസ്യൂമേഴ്സ് ഓഫ് കോപ്പർ ഡ്യൂ ടു അർബനൈസേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പാൻഷൻ. ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക അല്ലേ, ഇൻഫ്രാസ്ട്രക്ചർ നല്ല രീതിയിൽ വളരുന്നുണ്ട്. ചൈന ഓൾറെഡി നല്ല രീതിയിൽ വളർന്നു കഴിഞ്ഞു. അവരുടെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഭയങ്കരമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചൈനേനെ കഴിഞ്ഞ് കൂടുതൽ ഡിമാൻഡ് ഇന്ത്യയിലുണ്ടാവും. പിന്നെ നമുക്കറിയില്ലാത്ത രീതിയിലും ഉണ്ടാകും. ഇപ്പം ബുള്ളറ്റ് ട്രെയിൻ പോലെയുള്ള സാധനങ്ങളൊക്കെ ചൈനയിൽ ഇഷ്ടംമാതിരി ഉണ്ടല്ലോ, അതിൻ്റെ പാളങ്ങളും കാര്യങ്ങളും. ഇനിയും അവർ പുതിയ പ്രോജക്റ്റുകളൊക്കെ ഉണ്ടാവാം. എനിവേ ഈ രണ്ട് രാജ്യങ്ങളും ശരിയാണ്, വളരെയധികം ഗ്രോത്ത്. അപ്പോൾ നമുക്കിത് ആവശ്യമുണ്ട് കോപ്പർ. റിസ്ക് എക്കണോമിക് സ്ലോ ഡൗൺസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പറിൻ്റെ ഡിമാൻഡ് കുറയും. ഒബ്വിയസ്ലി നമുക്കറിയാം, കാരണം ഈ കാറിൻ്റെ കച്ചവടം കുറയും. അതുപോലെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുമല്ലോ. അപ്പോൾ കാറിൻ്റെ കച്ചവടം കുറയുമ്പോൾ ഈ പറയുന്ന ചാർജിങ് സ്റ്റേഷൻ അങ്ങനെ പോകുന്നു. അപ്പോൾ എന്തായാലും എക്കണോമിക് സ്ലോ ഡൗൺസ് വന്നു കഴിഞ്ഞാൽ അതിപ്പോൾ കോപ്പറിൻ്റെ വില മാത്രമാണോ കുറയല്ലേ? സ്ലോ ഡൗൺ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളതിൻ്റെയൊക്കെ വില കൂടുകയും ചെയ്യും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കണോമിക് സ്ലോ ഡൗൺ വന്നാൽ അത് ഒരുപാട് ഇതിൽ ബാധിക്കും. ഹൈ വോളറ്റിലിറ്റി, പ്രൈസസ് ആർ സൈക്ലിക്കൽ. അതായത് ഈ കോപ്പറിൻ്റെ വില ഭയങ്കരമായിട്ട് സൈക്ലിക്കാണ് കേട്ടോ, ഓർത്തിരിക്കുക അത്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം തന്നെ കയറണമെന്നോ ഒരു മാസം കൊണ്ട് കയറണമെന്നോ ഒന്നും വിചാരിച്ചാൽ ചിലപ്പോൾ കയറിയെന്നുണ്ടാവില്ല, പക്ഷേ ചിലപ്പോൾ നല്ല രീതിയിൽ കയറിയും പോയേക്കാം. ഇന്ന് തന്നെ ഞാൻ ഉദ്ദേശിച്ച സ്റ്റോക്കിൻ്റെ പ്രൈസ് 5% മുകളിൽ അപ്പാ. ഞാൻ വെറുതെ ഇങ്ങനെ ഒരു ന്യൂസ് വായിച്ചിട്ട് ChatGPTയിലൊന്ന് പോയി നോക്കി, ആ സ്റ്റോക്ക് അനലൈസ് ചെയ്തു. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ആ സ്റ്റോക്ക് നോക്കുന്നത്. ആ സ്റ്റോക്ക് അപ്പായതുകൊണ്ട് നോക്കിയതല്ല, മറിച്ച് ഈ ന്യൂസുകൾ ഇങ്ങനെ ഇത് നേരത്തെ തൊട്ട് ന്യൂസ് ഉണ്ട്. അപ്പോൾ ഒരു ന്യൂസ് കണ്ണിൽ പെട്ടപ്പോൾ ഞാൻ അതിനെ സെർച്ച് ചെയ്തപ്പോൾ നോക്കിയപ്പോഴാണ് സ്റ്റോക്കിൻ്റെ വില അത്രയും അപ്പായിരിക്കുന്നത്. അത് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഡൗൺ ആകാനും സാധ്യതയുണ്ട്. പക്ഷേ നമ്മളത് ബോദർ ചെയ്യണം. നമുക്കറിയില്ല ഡൗൺ ആകുമോ അല്ലെങ്കിൽ കയറിപ്പോകുമോ, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാനാണല്ല. പക്ഷേ ഈ പറയുന്ന ഡിമാൻഡുകളൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം. സോ ടൈറ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിവാർഡ് മാർക്കറ്റ് തരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിവേ നെക്സ്റ്റ് പോയിൻ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് റീസൈക്ലിംഗ് ആണ്. അതായത് ഇപ്പോൾ പഴയ വണ്ടികൾ റീസൈക്കിൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കോപ്പർ ഉപയോഗിക്കാൻ പറ്റും, റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും, ബാറ്ററിയിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട്, അതായത് കോപ്പറിന് പകരമായിട്ട് മറ്റേതെങ്കിലും മെറ്റൽ ലൈക്ക് അലുമിനിയം. പിന്നെ കോൺസെൻട്രേഷൻ ഓഫ് സപ്ലൈ, മേജർ പ്രൊഡക്ഷൻ ഈസ് ഇൻ എ ഫ്യൂ കൺട്രീസ്. നോക്കൂ, ചില്ലി, പെറു, DRC. അത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കോങ്കോ ആയിരിക്കും DRC. ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടില്ല, ഇത് പണ്ട് ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ എനിക്ക് ഓർമ്മ വന്നു DRC. അപ്പോൾ അതായിരിക്കണം, അതായത് വേറെ ഒന്നുമില്ല, ആഫ്രിക്കയിലെ ഒരു രാജ്യം. യെസ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെയാണ് സപ്ലൈ കൂടുതലായിട്ട് ഉള്ളത്. പിന്നെ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഓർ സ്ട്രൈക്സ് ക്യാൻ ഇമ്പാക്റ്റ് പ്രൈസ്, അതൊക്കെ നമുക്കറിയാലോ. അതൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, പ്രൈസിൽ വ്യത്യാസം വരും. ഇനി അടുത്തത് വേ ടു ഇൻവെസ്റ്റ് ഇൻ കോപ്പറാണ്. അതാണ് ഭയങ്കര ബുദ്ധിമുട്ട്. ETF കാര്യങ്ങൾ ഇതൊക്കെ ഇൻ്റർനാഷണൽ ETFകളാണ്, CPER, COPX. ഇനി നമ്മുടെ ഇന്ത്യയിലെ ETFകൾ എനിക്കൊന്ന് സെർച്ച് ചെയ്യാൻ സമയം കിട്ടിയില്ല. പുതിയ കോപ്പറിൻ്റെ ETF വന്നിട്ടുണ്ടോയെന്ന് നോക്കണം. ഞാൻ നേരത്തെ നോക്കിയതിൽ, നേരത്തെ എന്ന് പറഞ്ഞാൽ കുറേ നാൾ മുമ്പാണ് നോക്കിയത്, അതൊന്നുമില്ല. അപ്പോൾ കോപ്പറിൻ്റെ ETFകൾ ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും നമ്മുടെ ഇവിടെ അധികം ETF ഇല്ല. പിന്നെ കോപ്പറിൻ്റെ പ്രൈസ് കൂടാനുള്ള സംഭവങ്ങളൊക്കെ കുറേ പേര് പ്രെഡിക്റ്റ് ചെയ്തേക്കാൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഞാനത് വായിക്കുന്നില്ല, കാരണം ചിലതൊക്കെ റിപ്പീറ്റ് ആകാൻ സാധ്യതയുണ്ട്. ഇത് 2030 ആകുമ്പോഴത്തേനും കോപ്പറിൻ്റെ പ്രൈസ് കാര്യങ്ങൾ അതൊക്കെയാണ്. ഇനിയിപ്പോൾ ഞാനിവിടെ ചോദിച്ചേക്കുന്നത് വാട്ട് ആർ ദ ഇന്ത്യൻ ETF ഇൻവെസ്റ്റഡ് ഇൻ കോപ്പർ, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ChatGPT കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഞാൻ എന്തായാലും ഒന്നും കൂടെ സെർച്ച് ചെയ്യുന്നുണ്ട്, കാരണം ChatGPTക്ക് കിട്ടാത്ത പലതും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ അറിവ് വെച്ചിട്ടില്ല, നേരത്തെ ഇല്ല, കോപ്പറിൻ്റെ ഇതില്ല. മിറായ് അസറ്റിൻ്റെ എന്തോ കോപ്പറിൻ്റെ ETF ഉണ്ടെന്നോ ഒക്കെ അവർ പറയുന്നുണ്ട്, എന്നാൽ അവർക്ക് പേര് കിട്ടിയില്ലെന്നൊക്കെ പറയുന്നുണ്ട്, പുതിയതായതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കണം. പിന്നെ അടുത്തത് കമ്പനി, ഞാനൊരു കമ്പനിയുടെ പേര് പറഞ്ഞില്ലേ, അത് ഹിന്ദുസ്ഥാൻ കോപ്പറാണ് കേട്ടോ. ഹിന്ദുസ്ഥാൻ കോപ്പർ ഈസ് ഇൻക്ലൂഡഡ് ഇൻ എ വെറൈറ്റി ഓഫ് ETFs ഗ്ലോബലി, സം ഇൻ്റർനാഷണൽ ETFs ഇൻ സ്മോൾ വെയ്റ്റ്സ്. അപ്പോൾ ഈ ഹിന്ദുസ്ഥാൻ കോപ്പർ എന്ന് പറയുന്ന കമ്പനി പല മ്യൂച്വൽ ഫണ്ടുകളിലും ഇതുണ്ട്. ETF എന്ന് പറഞ്ഞാൽ അതൊരു മ്യൂച്വൽ ഫണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇൻ്റർനാഷണൽ
മ്യൂച്വൽ ഫണ്ടുകളിലും അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ETF-കളിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് ChatGPT പറയുന്നുണ്ട്. അതൊരു പുതിയ അറിവായിരുന്നു. പിന്നെ ഇൻ്റർനാഷണൽ ETF-കൾ, കോപ്പർ മൈനിങ് കമ്പനീസ്, അതൊക്കെയാണ്. മൈനിങ് കമ്പനീസിൻ്റെ ലിസ്റ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ നമുക്കിവിടെയൊന്നും അവൈലബിൾ അല്ല. ഇവിടെ 2 ഇന്ത്യൻ കമ്പനികളുടെ കാര്യം പറയുന്നുണ്ട്, ഹിന്ദുസ്ഥാൻ കോപ്പറും വേദാന്ത ലിമിറ്റഡും. അതിൽ എനിക്ക് കുറച്ച് താല്പര്യമുള്ളത് ഹിന്ദുസ്ഥാൻ കോപ്പർ എന്ന് പറയുന്ന കമ്പനിയാണ്. ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് ദ പബ്ലിക് സെക്ടർ കോപ്പർ മൈനർ, മൈനിങ് കമ്പനിയാണത്, ആൻഡ് സ്മെൽറ്റർ, ഉരുക്കുന്ന ഇതും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെ സ്ക്രീനറിലൊന്ന് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെ ഇന്നത്തെ പ്രൈസ് കയറിയേക്കുന്നുണ്ട്. ഇത് മാർക്കറ്റ് ഡൗൺ ആണ്. 4-5 ദിവസമായിട്ട് ഇപ്പോൾ മാർക്കറ്റ് ഡൗൺ ആണ്. ചെറിയ ഡൗണുകൾ. അപ്പോൾ 325-ലാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ ട്രേഡ് ചെയ്യുന്നത്. 5% മുകളിൽ സ്റ്റിൽ അപ്പാണ്. അപ്പം ഞാനൊരു കുറച്ച് എന്തായാലും പ്ലാൻ ചെയ്യുന്നുണ്ട് ഘട്ടം ഘട്ടമായിട്ടേ. കാരണം 5 വർഷത്തെയോ 10 വർഷത്തെയോ ഒക്കെ ഡിമാൻഡായിരിക്കും. ഇനി ഈ ഒരു കമ്പനീനെ പറ്റി നോക്കുകയാണെങ്കിൽ 1967 രൂപം കൊണ്ടിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇതൊരു PSU കമ്പനിയാണ് കേട്ടോ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു കമ്പനിയാണ്. ഇതിൻ്റെ ഷോർട്ട് ഫോം HCL എന്നാണ്. കുറേ കാര്യങ്ങളുണ്ട്. മാർക്കറ്റ് ക്യാപ്പ് നോക്കി കഴിഞ്ഞാൽ 31,404 കോടിയാണ്. ഞാൻ വേറെ ന്യൂസ് വായിച്ചപ്പോൾ കണ്ടത് ഇവർ മൈനിങ് കപ്പാസിറ്റി ഉയർത്താനായിട്ടും ഇവർ കച്ചവടം കൂട്ടാനായിട്ടും പ്രൊഡക്ഷൻ കൂട്ടാനായിട്ടും ഒക്കെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ വേറെ ഒരു ഇത് വായിച്ചത് കേട്ടോ. ഒരു ആർട്ടിക്കിൾ കാര്യങ്ങൾ വായിച്ച്. അൺഫോർച്യുനേറ്റ്ലി ആർട്ടിക്കിൾ കണ്ടില്ല. എന്നാൽ ഇവിടെ നോക്കൂ, ഇതാണ് അതിൻ്റെ ഒരു ചാർട്ട്, ഒരു വർഷത്തെ ഒരു ചാർട്ട്. അപ്പോൾ ഇത് താഴേക്ക് പോയേക്കുന്നത്, ഈ ക്രാഷിന് താഴേക്ക് പോയേക്കുന്നത് 200 രൂപയ്ക്ക് വരെ താഴേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ 320 രൂപയിലാണ് ട്രേഡ് ചെയ്യുന്നത്. 52 വീക്ക് ഹൈ എത്രയാണെന്ന് നോക്കാം. ഹൈ 353 ഇപ്പോൾ 325-ലാണ് ട്രേഡ് ചെയ്യുന്നത്. ലോ 184 അത് പിന്നെ മാർക്കറ്റ് ക്രാഷ് വന്നപ്പോൾ താഴെ പോയി. ഓക്കെ, അത് സംഭവിക്കാം. കാരണം യുദ്ധത്തിൻ്റെയും അതും ഇതൊക്കെ ആയിട്ട് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, താരിഫ് അതും ഇതൊക്കെ വരുമ്പോൾ കച്ചവടവും ശരിയാകുകയില്ല. അപ്പോൾ ഇതിന് ഡിമാൻഡ് ഉണ്ടാകുമോ എന്നുള്ള സംശയം വരും. അങ്ങനെയൊക്കെ പ്രൈസ് താഴേക്ക് പോകും. അപ്പോൾ അങ്ങനെ താഴേക്ക് പോയതാണ്. എന്തായാലും സ്റ്റോക്കിൻ്റെ PE 64.2, ഇൻഡസ്ട്രി PE കണ്ടില്ല. അത് ഞാൻ ലാപ്ടോപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ROC ROE നോക്കാം. 23-18 ഒക്കെയാണ്. സൂപ്പറാണ്. ഇപ്പോൾ നമ്മൾ കോൺസിൽ നോക്കിയാൽ ഓൾമോസ്റ്റ് 12 ഇരട്ടിക്ക് മുകളിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. അത് ഒരു മേജർ കോൺസ് ആയിട്ട് നിൽക്കുന്നു. പിന്നെ കുറേ കാര്യങ്ങൾ, കമ്പനി ഹാസ് റെഡ്യൂസ്ഡ് ഡെപ്റ്റ്, കമ്പനി ഈസ് ഓൾമോസ്റ്റ് ഡെപ്റ്റ് ഫ്രീ, കമ്പനി ഹാസ് ബീൻ മെയിൻറ്റെയിനിങ് എ ഹെൽത്തി ഡിവിഡൻഡ് പെയ്ഡ്. ഡിവിഡൻഡ് പേ ഔട്ടാണ്, ഡിവിഡൻഡ് കിട്ടും. അപ്പോൾ ഡിവിഡൻഡ് ഈൽഡ് അത് കുറച്ചേ ഉള്ളല്ലോ, 0.47% ആണ്. ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കൊന്നും വേണ്ട. ഓക്കെ, ഡിവിഡൻഡ് പേ ഔട്ട് അതായത് സ്ഥിരമായിട്ട് കൊടുക്കുന്നുണ്ട്. കച്ചവടവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇയർലി നമുക്ക് നോക്കാം. 2000 കോടിക്ക് മുകളിലാണ് കച്ചവടം ഇയർലി ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്ക് പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കാം. ഇപ്പോൾ നിലവിൽ വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഈ കമ്പനി ആണ്. കാരണം ഇന്നും അത് ആ ന്യൂസൊക്കെ വന്നുകൊണ്ടായിരിക്കാം കേട്ടോ. ഇപ്പോൾ അടുത്ത ദിവസം ഇതേപോലെ അങ്ങനെ കയറുമോ എന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷേ ലോങ് റണ്ണിൽ ഡിമാൻഡ് ഉണ്ട്. ഇപ്പോൾ പ്രൊമോട്ടർ 66.14% ഉണ്ട്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ തന്നെയാണ് മൊത്തം കേട്ടോ, ഗവൺമെൻറ്റിൻ്റെയാണ് പ്രൊമോട്ടർ, ഗവൺമെൻറ്റാണ് കേട്ടോ. FIs 3.71%, DIs 8.24%, ഇത്രയും ഹോൾഡ് ചെയ്യുന്നുണ്ട്. പബ്ലിക്ക് 21-22% പബ്ലിക്കും ഹോൾഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹിന്ദുസ്ഥാൻ കോപ്പർ ചെയ്യുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പർ മൈനിങ് നമുക്കിവിടെ കാണാൻ പറ്റും. കോപ്പർ മൈനിങ്, ഈ മൈൻഡ് കോപ്പർ അവർ സെയിൽ ചെയ്യാനുള്ള രൂപത്തിലേക്ക് ആക്കുന്നു. കൺവേർട്ടിങ് കോപ്പർ ഇൻറ്റു സെയിലബിൾ പ്രോഡക്റ്റ്സ്. അപ്പോൾ ഇതിലേക്ക് ആക്കുന്നു. ഈ പരിപാടിയാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ ചെയ്യുന്നത്. വിൽക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എനിക്കൊരു ചെറിയ നോട്ടമുണ്ട് ഹിന്ദുസ്ഥാൻ കോപ്പറിലേക്ക്. ഓക്കെ, നിങ്ങൾ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മാത്രം ഡിസിഷൻസ് എടുക്കുക. ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് അല്ല. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷനും അല്ല. ഞാൻ സ്റ്റഡി ചെയ്ത കാര്യം നല്ലതാണെന്ന് തോന്നിയത് കൊണ്ട് നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്നേ ഉള്ളൂ. അതുപോലെ ഡിമാറ്റ് അക്കൗണ്ടുകളും മറ്റുമൊക്കെ എടുക്കാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഉപയോഗിക്കാം. എടുത്തതിന് ശേഷം ഒന്ന് വാട്സപ്പിൽ അറിയിക്കുക. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ലിങ്കുകളും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.